വെൽക്കം ബാക്ക് ടു ഡെൻറ്റനൈറ്റ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡ്യൂക്ക് 200 2017 മോഡൽ BS4 എഡിസൺ ആണ്. 2023 ഈ വണ്ടി ആഫ്റ്റർ മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഈ വണ്ടി എടുക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി കൺസിഡർ ചെയ്യണോ. അങ്ങനെ ഡൗട്ടുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മെയിൻലി ഈ വണ്ടി കൺസിഡർ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഈ ഒരു 200cc സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടിക്കും കിട്ടാത്ത പെർഫോമൻസ് ആണ് ഈ വണ്ടി കിട്ടുന്നത്. പിന്നെ എടുക്കുന്ന ടൈമിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട മെയിൻ സംഭവം ഇതിൻ്റെ മീറ്ററാണ്. എന്തെങ്കിലും വാർണിങ്സ് ഒക്കെ കത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. വണ്ടി ഓണാക്കിയതിൻ്റെ ദിവസം ഇപ്പം ഒരു വാർണിംഗ് കത്തി നിൽക്കേണ്ട സൈഡ് സ്റ്റാൻഡിൻ്റെയാണ്. പിന്നെ വണ്ടി നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. കാരണം BS4 എഡിസൺ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ട് ചെയ്യേണ്ട എഞ്ചിൻ്റെ സൈഡാണ്. നല്ല എഞ്ചിനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് റെവൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും അൺഈവൻ നോയ്സസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എഞ്ചിൻ ഓയിൽ, കൂളൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിൽ റെഡിഷ് കളറാണോ കറക്റ്റ് ലെവലിലുണ്ടോ നോക്കുക. പിന്നെ റേഡിയേറ്റർ ഫാന് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ടോയെന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പണി കിട്ടാനുള്ള ചാൻസസ് നിങ്ങൾക്ക് കുറയും. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഇന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഈ വണ്ടി ഓട്ടിയിട്ടുണ്ടാവും. വണ്ടി ഓട്ടിയ ടൈമിൽ എനിക്ക് തോന്നിയത് ട്രാഫിക്കിലൊക്കെ ഓട്ടുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. കാലിൻ്റെ മുട്ടിൻ്റെ തുടേൻ്റെ ആ ഭാഗത്തേക്കാണ് ഹീറ്റ് നല്ലോണം വരുന്നത്. കുറച്ച് ദൂരം ഓട്ടുമ്പോൾ തന്നെ വണ്ടി ഏകദേശം ഹീറ്റ് ആവുന്നുണ്ട്. ലൈക്ക് ട്രാഫിക്കിൽ ഓട്ടുമ്പം ഇതേമാതിരത്തെ ഓപ്പൺ റോഡിൽ ഓട്ടുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓട്ടാം. പക്ഷേ ടോട്ടൽ റെസ്പോൺസ് കിടിലനാണ്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നമ്മളെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് ഈ വണ്ടി ഓട്ടുമ്പോൾ കിട്ടുക. പക്ഷേ ഇത്രത്തോളം പെർഫോമൻസും ഇത്രത്തോളം ഈ ഒരു പവർ നമുക്ക് ഈ BS6 വേരിയൻസിലൊന്നും കാണാൻ പറ്റില്ല. നല്ല രീതിക്ക് പവർ ലീനിയർ ആയിട്ടുണ്ട് BS6ലേക്ക് വരുമ്പം. BS4 നോക്കുകയാണെങ്കിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കേണ്ട താമസമേ ഉള്ളൂ, വണ്ടി നേരെ കയറുന്നുണ്ട്. സോ ആ ഒരു പെർഫോമൻസ് നിങ്ങളിപ്പം ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ BS4കളിലൊക്കെ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. പക്ഷേ ഞാൻ ഓട്ടുന്ന വണ്ടിയിൽ ABS ഇല്ല. ABS ഇല്ലാത്ത വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇത് വണ്ടി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസും കിടിലനാണ് ABS ഇല്ലെങ്കിലും. സോ സിംഗിൾ ചാനൽ ABS വരുന്ന ടൈമിൽ ലേശം കൂടി ഇമ്പ്രൂവ് ആവാൻ മതി ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. സിംഗിൾ ചാനൽ ABS ഉള്ള ഡ്യൂക്ക് ഞാൻ ഓട്ടി നോക്കിയിട്ടില്ല. പക്ഷേ ഡുവൽ ചാനൽ ABS കൊടുത്തു കഴിഞ്ഞാൽ ലേശം കൂടി ബെറ്റർ ആയതിനേന്ന് നമുക്ക് ചില ടൈമിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ ഡിസ്ക് സൈസ് ലേശം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലേശം കൂടി നല്ല രീതിക്കുള്ള ബ്രേക്കിങ് കിട്ടും. പക്ഷേ ഈ വണ്ടിക്ക് ഈ ഒരു ബ്രേക്കിങ് പെർഫെക്റ്റ് ആണ്. ഞാൻ ബ്രേക്കിങ്ങിന് അങ്ങനെ കുറ്റം പറയല്ല. പക്ഷേ ലേശം കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ലേശം കൂടി ഒരു കോൺഫിഡൻസ് കിട്ടിയാണ്. ഇതും ബ്രേക്കിംഗ് ഒക്കെ ഓക്കെയാണ്. മഴക്കാലത്തൊക്കെ ഞാൻ ഓട്ടിയിട്ടുണ്ട് ഈ വണ്ടി. സോ ഈ വണ്ടിൻ്റെ ബ്രേക്കിംഗ് ഇസ് ഓക്കെ. ബട്ട് ഡുവൽ ചാനൽ ABS വരുന്നില്ല, സിംഗിൾ ചാനൽ മാത്രമേ വരുന്നുള്ളൂ. ഈ വണ്ടിയിലാണെങ്കിൽ ABS ഇല്ല. പിന്നെ ഈ വണ്ടി നിങ്ങൾ ഈ ടൈമിൽ എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ മൈൻഡിൽ വേണ്ട ആകെ രണ്ട് കാര്യങ്ങളാണ്: പെർഫോമൻസ് ആൻഡ് പെർഫോമൻസ്. പെർഫോമൻസിന് മാത്രം വിചാരിച്ചിട്ട് നിങ്ങൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഈ വണ്ടി 100% സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് റിഗ്രറ്റ്സ് ഒന്നും അടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം മിക്ക വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ചാർജിങ് പോർട്ട് ഒഴികെ. പിന്നെ ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന ടൈമിൽ റിഗ്രറ്റ് അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിലിപ്പം വേറെ ആരെടുത്തും ഏത് വണ്ടി ഉണ്ടായാലും ഈ വണ്ടിക്ക് ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞ് കിടക്കും. അതാണ് ഡ്യൂക്ക് 200 BS4 BS3 ഒക്കെ ഒരു ലെഗസി എന്ന് പറയുന്നത്. സോ ആ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ റിഗ്രറ്റ്സ് വുഡ് ബി നിയർലി സീറോ. സോറി, അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നതാണ്. നിങ്ങൾക്കും ഉണ്ടാവില്ല ചില ഫ്രണ്ട്സ് ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിലായിരിക്കും അവൻ്റെ കോളും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനത്തെ ആൾക്കാർ എല്ലാവർക്കും ഉണ്ടാവും. അതേ സംഭവമാണ് എനിക്കിവിടെ സംഭവിച്ചിട്ടുള്ളത്. സോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് റിഗ്രറ്റ്സ്. സോ ദർ വുഡ് ബി സീറോ റിഗ്രറ്റ്സ് നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ. പിന്നെ മെയിൻലി നിങ്ങൾ ഈ വണ്ടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾ കൂടുതലും ഒരു കുണ്ടും കുഴിയൊക്കെ ഉള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുണ്ടിലൊക്കെ ചാടുന്ന ടൈമിൽ നല്ല രീതിക്ക് അടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ പില്ലിയൻ സീറ്റിൻ്റെ ഡിസ്കംഫേർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റമാണ്. ഒരാൾക്കും ബാക്കിലിരിക്കാൻ പറ്റില്ല. പേടിയാണ് ബാക്കിലിരിക്കുന്ന ടൈമിൽ. നമ്മളിപ്പോൾ വിൽക്കും എന്നുള്ള ഒരു പേടി നമുക്ക് ബാക്കിലിരിക്കുന്ന ടൈമിൽ ഫീൽ ചെയ്യും. സോ ഫാമിലി ഫ്രണ്ട്ലി അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ സീറ്റ് കുറച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ തന്നെ മറ്റേ സലീം കുമാറിൻ്റെ അവസ്ഥയായിരിക്കും എൻ്റെ കുണ്ടിയെല്ലാം പോച്ച്.
അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ വണ്ടിയിൽ കുറച്ച് ദൂരം പില്യനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. അനുഭവം കൊണ്ട് പറയാം, വയ്യ. അങ്ങനത്തെ ഒരു പില്യൻ സീറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ബാക്കിലിരിക്കുന്ന ആൾ ഒരു നരകത്ത് കയറി ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സീറ്റെന്നേ ഞാൻ പറയുള്ളൂ. അമ്മാരത്തെ സീറ്റ്. സോ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വണ്ടി വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പർപ്പസും കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണ്. നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പിന്നെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി തീർച്ചയായിട്ടും നോക്കാൻ പറ്റും. ഒരു റിഗ്രറ്റും കാര്യങ്ങളൊന്നും അടിക്കില്ല. മെയിൻലി പർപ്പസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾക്ക് പെർഫോമൻസ് വേണോ, അല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുമോ, മെയിൻ്റെനൻസ് അത്യാവശ്യം വരും, അതേമാതിരി തന്നെ നല്ല വണ്ടി കിട്ടാൻ പാടായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. സോ 2023 ഡ്യൂക്ക് 200 BS4 എഡിഷൻ എടുക്കുന്നത് തീർച്ചയായിട്ടും വേർത്തിയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.